ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാങ്കിങ്ങിൻ്റെ ഒരു ചെറിയ പോർഷനുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോർഷനാണ്. RRBസിനെ പറ്റി ഒന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലേ? റീജിയണൽ റൂറൽ ബാങ്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴാണത് ഇനീഷ്യേറ്റ് ആയത്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. RRBs aims to provide credit and other financial services to rural areas, particularly to small and marginal farmers, agricultural laborers and small entrepreneurs. ഇവിടെ റീജിയണൽ റൂറൽ ബാങ്ക് വന്നിരിക്കുന്നത് തന്നെ എവിടേക്ക് വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും റൂറൽ ഏരിയയിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രധാനമായും റൂറൽ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ RRBs വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അവിടെ അവർക്ക് എന്തൊക്കെ, അതായത് റൂറൽ ഏരിയ എന്ന് മാത്രമല്ല, അവിടെ ആർക്കൊക്കെയാണ് പ്രധാനപ്പെട്ട ഫെസിലിറ്റീസ് കൊടുക്കുന്നത് അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതാണ്? സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആൻഡ് സ്മോൾ ഓൺടർപ്രണേഴ്സ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? അതുകൂടി നമ്മൾ നോക്കണ്ടല്ലോ. ഫിനാൻഷ്യൽ സർവീസ് ക്രെഡിറ്റിൽ അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചാൽ നമുക്ക് പറയാൻ പോകുന്നത് റൂറൽ ഏരിയയിലുള്ള ഫാമേഴ്സിനും സ്മോൾ ഓണ്ടർപ്രണേഴ്സിനും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നൽകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും റീജിയണൽ റൂറൽ ബാങ്ക് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. RRBs വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എപ്പോഴാണ് വന്നത് നോക്കൂ. ദ റീജിയണൽ റൂറൽ ബാങ്ക് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1975 അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദ ഓർഡിനൻസ് പ്രൊമുഗേറ്റഡ് ഓൺ 26 സെപ്റ്റംബർ 1975 ആൻഡ് RRBs ആക്ട് 1976. അവിടെ നിലവിൽ വന്നത് എപ്പോഴാണ്? 1975 പക്ഷേ RRBക്ക് മാത്രമായിട്ടൊരു ആക്ട് വരുന്നത് 1976. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ്. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ദ ബേസിക് ഫങ്ഷൻ ഓഫ് എ ബാങ്ക് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അതായത് എന്താണ് RRBന്റെ ബേസിക് ഫങ്ഷൻ നമുക്ക് നോക്കണം അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് RRBന്റെ ബേസിക് ഫങ്ഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷനാണ് ടു ക്രിയേറ്റ് ക്രെഡിറ്റ് ആൻഡ് ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് മണി അല്ലേ? ഇവിടെ നമുക്കറിയാം, ആൾക്കാർ ബാങ്കിൽ പോയിട്ട് പൈസ എന്ത് ചെയ്യും? കടമായിട്ട് വാങ്ങും അല്ലേ? കടമായിട്ട് വാങ്ങും. അപ്പോൾ അതിനനുസരിച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് ബാങ്ക് എന്ത് ചെയ്യും? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചടയ്ക്കുന്ന സമയത്ത് ആ എമൗണ്ട് മാത്രമല്ല, ഇൻട്രസ്റ്റ് റേറ്റും കൂടിയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ RRBs എന്താ ചെയ്യുന്നത്? RRBs അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് കൊടുക്കുന്നു. ആ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് മൂലം അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മളെ എക്കണോമിയിലുള്ള മണി സപ്ലൈ അവിടെ വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ എക്കണോമിയിലുള്ള മണി സപ്ലൈ അവിടെ വർദ്ധിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദെൻ ടു എൻകറേജ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി ഫിനാൻഷ്യൽ സിസ്റ്റം. അവിടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? അതായത് നമുക്കിപ്പോൾ പൈസക്ക് ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു കർഷകന് പെട്ടെന്ന് തന്നെ എന്തായി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൃഷി അനുബന്ധമായി വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനോ പെട്ടെന്ന് ആവശ്യങ്ങൾ വന്നു. അപ്പോൾ അത്തരത്തിൽ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവർക്ക് ഇത്തരത്തിലുള്ള ബാങ്കുകൾ സഹായിക്കും എന്നൊരു ഉത്തമ ബോധ്യം വേണം. RRBs ഉണ്ട്, ഞങ്ങളെ സഹായിക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങളെ സഹായിക്കാൻ ഇത്തരത്തിൽ RRBs ഉണ്ട് എന്ന് പറയാനുള്ള ഉത്തരമായ ബോധ്യം അവിടെ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ അടുത്ത് ഒരു കോൺഫിഡൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നതും കൂടി അവിടെ വലിയൊരു കാര്യമാണ്. ദെൻ മൊബിലൈസ് ദ സേവിങ്സ് ഓഫ് പബ്ലിക്. അതായത് വെറും പബ്ലിക്കിന് ക്രെഡിറ്റ് കൊടുക്കുക മാത്രമല്ല, അവരുടെ ഡെപ്പോസിറ്റും കൂടി സ്വീകരിക്കാം അല്ലേ? ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അവർക്ക് ഏത് സമയത്തും പൈസ ആവശ്യമുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾക്കൊക്കെ അറിയാം അല്ലേ? UPI ട്രാൻസാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ATM ട്രാൻസാക്ഷൻസ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? പണ്ടത്തെ പോലെ ഇപ്പോൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഫെസിലിറ്റി ഏതാണ്ടൊക്കെ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മളെ ബാങ്കിങ് ഫെസിലിറ്റീസ് മൊത്തമായിട്ട് അല്ലെങ്കിൽ ഒരു സേവിങ് ഫെസിലിറ്റീസ് എവിടെ ഉണ്ടാക്കിയെടുക്കാം? ഒരു പബ്ലിക്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ദെൻ ടു ഇൻക്രീസ് ഇറ്റ്സ് നെറ്റ്വർക്ക് സോ ആസ് ടു റീച്ച് എവറി സെഗ്മെന്റ് ഓഫ് ദി സൊസൈറ്റി. അതായത് എല്ലാ RRB എന്നുള്ളത് എല്ലാ സൊസൈറ്റി, അതായത് സൊസൈറ്റിയിലെ ഒരു എലമെന്റ് ആയിട്ട് മാറ്റിയെടുക്കുക. ഈ എലമെന്റായി മാറ്റിയെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ SBI ബാങ്കിൻ്റെത്. RRBൻ്റെ കാര്യമല്ല, വേറൊരു എക്സാമ്പിളായിട്ട് പറയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് അവിടെ എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്? അവിടെ എല്ലാ വില്ലേജുകളിലും ഒരു ബാങ്ക് എന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലൊക്കെ മിക്ക സ്ഥലത്തും SBIൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ATM അതേപോലെ തന്നെ SBIയുടെ ബ്രാഞ്ചും ഉണ്ടാവും എല്ലാ വില്ലേജുകളിലും. പക്ഷേ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഏരിയയിലൊക്കെ എന്തുണ്ടാവുന്നില്ല? എല്ലാ ഏരിയയിൽ ബാങ്കോ അല്ലെങ്കിൽ ബാങ്കിനെ പറ്റി അറിയുന്ന ആൾക്കാർ തന്നെ വളരെയധികം കുറവാണ് അല്ലേ? സോ അവിടെയുള്ള സ്ഥലത്തൊക്കെ ബാങ്കിനെ പറ്റിയും ബാങ്ക് കൊടുക്കുന്ന സർവീസുകളെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാ വില്ലേജിലും ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചും അതേപോലെ തന്നെ ഒരു ATM ഫെസിലിറ്റി വരണം എന്നൊരു കാര്യം അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവർ RRB എന്ത് ചെയ്യാം, ആ സൊസൈറ്റിയിൽ വളർന്നുകൊണ്ട് സൊസൈറ്റിയിലെ ഒരു ആളായിക്കൊണ്ട് തന്നെ ആ പബ്ലിക്കിൽ എന്ത് ചെയ്യാം, ആ സൊസൈറ്റിയിലെ ഒരു ആളായതുകൊണ്ട് തന്നെ ആ സൊസൈറ്റിയിൽ ഒന്നാകെ ഇറങ്ങിച്ചേരുക എന്നത് RRBൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്. അടുത്ത പോയി നോക്കാം. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് ദ റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് ഇൻ 1976. അതായത് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ RRB ആക്ട് ഉണ്ടാക്കിയത് 1976 ഓക്കെ, 76 ആക്ട് ഉണ്ടാക്കിയത്. വിച്ച് ലീഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് 5 RRBs ഓൺ 2 ഒക്ടോബർ 1975. എന്തിന് ഇത്തരത്തിൽ ആക്ട് ഉണ്ടാക്കി കൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? RRBൻ്റെ എസ്റ്റാബ്ലിഷിന് വേണ്ടി തന്നെയാണ് അല്ലേ. RRB നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് കൊണ്ടുവന്ന് നിയമങ്ങൾ കൊണ്ടുവന്നത്. ദെൻ നമ്മളെ ഫസ്റ്റ് RRB എന്ന് പറയുന്നത് തന്നെ എവിടെയാണ്? പ്രഥമ ബാങ്ക് ആണ് ഫസ്റ്റ് RRB അല്ലേ. നമ്മളെ രാജ്യത്തെ ഫസ്റ്റ് RRB എന്ന് പറയുന്നത് പ്രഥമ ബാങ്ക് ആണ്. വിച്ച് വാസ് സ്പോൺസേർഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. ആദ്യത്തെ ബാങ്ക് തന്നെയാണ് പ്രഥമ ബാങ്ക് ആണ്. ആ പ്രഥമ ബാങ്കാണ് ആദ്യത്തെ RRB ആയിട്ട് വന്നിരിക്കുന്നത്. സ്പോൺസേർഡ് ബൈ ആരാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. കൂടാതെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഉത്തർപ്രദേശിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദെൻ അടുത്ത ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. നമ്മുടെ RRBയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു RRB ആരൊക്കെ ഉണ്ടാവും നോക്കാം. ആദ്യത്തെ ആളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്കൊക്കെ അറിയാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അല്ലേ. അപ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതേപോലെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതേപോലെ ജനറൽ മാനേജർ, ദെൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, റീജിയണൽ മാനേജർ അഥവാ ചീഫ് മാനേജർ, സീനിയർ മാനേജർ, ദെൻ മാനേജർ, ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് ഓഫീസ് അറ്റൻഡന്റ്. ഇത്രയും പേഴ്സൺസ് എവിടെ ഉണ്ട്? ഒരു RRBയുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. RRBയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഇത്രയും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് എൻ RRB is fixed at ₹1 crore. RRBയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 crore ആണ്. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh ആണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakh ആണ്. ഓഫ് ഇസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, അതിനകത്ത് ആ ഇഷ്യൂഡ് ക്യാപിറ്റൽ തന്നെ 50%, 50% സബ്സ്ക്രൈബ് ചെയ്തത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവർക്ക് ഇഷ്യൂഡ് ക്യാപിറ്റലിൽ അവർക്ക് കൊടുത്ത ഇഷ്യൂഡ് ക്യാപിറ്റലിൽ അതിനകത്ത് 50% സബ്സ്ക്രൈബ് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റും 15% സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും, കൂടാതെ ബാക്കിയുള്ള 35% സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സ്പോൺസറിങ് ബാങ്കുമാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവിടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട് അല്ലേ. ഇഷ്യൂഡ് ക്യാപിറ്റലിലെ 50% സെൻട്രൽ ഗവൺമെന്റിലും 15% സ്റ്റേറ്റ് ഗവൺമെന്റിനും 35% സ്പോൺസർഡ് ബാങ്കിനുമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്കറിയാം ഇവിടെ CSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, നിങ്ങൾ പലരും അവിടെ എക്സാം എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ CSEB നോട്ടിഫിക്കേഷൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എക്സാം വളരെ അടുത്ത് തന്നെ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് ഈ വർഷം കഴിഞ്ഞ് പുതുവർഷമാണ് വരാൻ പോകുന്നത്. ആ പുതുവർഷത്തിലൊരു സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയണം. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ CSEBയുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് സെഷൻസ്, അതേപോലെ PDF നോട്ട്സ് തുടങ്ങിയ നിങ്ങൾക്ക് എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് പുതുവർഷത്തിൽ സഹകരണ മേഖലയിൽ ഒരു ജോലിയോടെ നമുക്ക് എന്ത് ചെയ്യാം, പുതുവർഷത്തെ വരവേൽക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്. RRBനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. CSEBയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് RRBs. കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത വരുന്ന ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു ക്ലാസ്സിലേക്ക് വരുന്നവരെ ബൈ.